സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ അവൻ ശ്രീരാമൻ സീതയെ കണ്ടെത്തിയില്ല. അപ്പോൾ കുറെ രാക്ഷസന്മാരെ ഏൽപ്പിച്ചു. ശ്രീരാമൻ പറഞ്ഞു, നീ എവിടേക്കാണ് സീതയെ കൊണ്ടുപോയതെന്ന് പറയാൻ സീതയെ കൊണ്ടുപോയതെന്ന് അറിയില്ലായിരുന്നു ആ രാക്ഷസന്മാർക്ക്. പിന്നെ ഒരു പക്ഷിയോട് പറഞ്ഞു, എവിടേക്കാണ് രാവണൻ സീതയെ കൊണ്ടുപോയത്? അപ്പോൾ ആ പക്ഷി കാണുകയായിരുന്നു, അവിടെ ഒരു സ്ഥലത്ത് ലങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടേക്കാണ് രാവണൻ പോയത്. പക്ഷെ അവിടേക്ക് കിടക്കാൻ കഴിയില്ല, അവിടെ നല്ല കടലാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഹനുമാൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ ഹനുമാൻ നാലിടത്തേക്ക് നോക്കിയിട്ട് ഒറ്റ ചാട്ടമായിരുന്നു പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കടലിൽ നിന്ന് ഒരു രാക്ഷസി വന്നു. അപ്പോൾ രാക്ഷസി പറഞ്ഞു, നീ എന്റെ ഭക്ഷണമാണ്. അപ്പോ ഹനുമാൻ പറഞ്ഞു, ഞാൻ നിന്റെ ഭക്ഷണമല്ല, ഞാൻ ശ്രീരാമന്റെ ദൂതനാണ്, ഞാൻ സീതയെ രക്ഷിച്ചിട്ട് വേഗം വരാം. അപ്പോൾ രാവണന്റെ രാക്ഷസിമാർ അവിടെ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹനുമാൻ രാക്ഷസി എന്ന് വലുതായി. രണ്ടുപേരും വലുതായിട്ട് പിന്നെ ഹനുമാൻ ചെറുതായി. എന്നിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്നു. അവർ ഉറങ്ങാനായപ്പോൾ ഹനുമാൻ സീതയെ രക്ഷിച്ചു. അപ്പോൾ സീത പറഞ്ഞു, നീ രാവണനായിട്ട് എന്നെ കൊണ്ടുപോയതല്ലേ? ഞാൻ രാവണനൊന്നുമല്ല. ഹനുമാൻ പറഞ്ഞു, ഞാൻ രാവണനൊന്നുമല്ല, ശ്രീരാമന്റെ ദൂതനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സീതയെ രക്ഷിച്ചു പോയി. അപ്പോൾ ശ്രീരാമന് പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഹനുമാൻ അവിടെ തീയിട്ടു. സീത രക്ഷിക്കാൻ അവിടെ തീയിട്ടു. ലങ്കയെല്ലാം കത്തിച്ചു. അപ്പോൾ സീതയെ രക്ഷിച്ചു. അപ്പോൾ ശ്രീരാമൻ ഒരു പാലം ഉണ്ടാക്കാൻ ആലോചിച്ചു. ഹനുമാനും വേറെ കുരങ്ങന്മാരും ഒക്കെ ശ്രീരാമനെ സഹായിച്ചു. പാലം ഉണ്ടാക്കിയപ്പോൾ ലങ്കയിലേക്ക് പോയി. വലിയ പാലം ഉണ്ടാക്കിയിരുന്നു. ലങ്കയിലേക്ക് പോയപ്പോൾ ശ്രീരാമൻ വില്ല് വീശി രാവണനെ കൊന്നു. നന്ദി.